നദിയായ ഭാരതപ്പുഴയുടെ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന പൈതൃക ഗ്രാമങ്ങളിലൊന്നാണ് ചെറുപ്പുളശ്ശേരി. ഈ നാടിന്റെ ഹൃദയഭാഗത്ത് ഭക്തകോടികൾ കത്താണിയായി നിലകൊള്ളുന്ന ഒരു പുണ്യസങ്കേതമുണ്ട്. കാലപ്രവാഹത്തിൽ തളച്ചിടാനാവാത്ത കേരളീയ സംസ്കാരത്തിന്റെ ആത്മീയധാരയിൽ പവിത്രമായൊരു തീർത്ഥാടന കേന്ദ്രമായി ശോഭിക്കുന്ന ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ്. ഭാരതപ്പുഴയുടെ കൈവഴികൾ ഒഴുകുന്ന പച്ചപ്പിന്റെ വന്യതയും ഗ്രാമീണ നന്മയും ഇഴചേർന്ന ഒറ്റപ്പാലം താലൂക്കിലെ ഈ പുണ്യസങ്കേതം മലബാറിലെ ശബരിമല എന്ന അപരനാമത്തിൽ വിശുദ്ധമാണ്. ചരിത്രവും ഐതിഹ്യവും പരസ്പര പൂരകങ്ങളായി മാറുന്ന ഈ ക്ഷേത്രത്തിന്റെ മണ്ണിൽ ചവിട്ടുമ്പോൾ 1000 വർഷത്തെ പ്രാർത്ഥനകളുടെയും മന്ത്രോച്ചാരണങ്ങളുടെയും സ്പന്ദനം നമുക്ക് അനുഭവിക്കാനാകും. ഏകദേശം 1200 വർഷത്തോളം പഴക്കമുള്ള ഈ മഹാക്ഷേത്രം ഭക്തമനസ്സുകളുടെ ആകുലതകൾക്ക് ശമനം നൽകുന്ന ഒരു അഭയസ്ഥാനമായി തലമുറകളിലൂടെ കൈമാറി വരുന്നു. പുലർച്ചെ ഉയരുന്ന ശംഖനാദവും അഷ്ടഗന്ധത്തിന്റെ പരിമളവും ഭക്തമനസ്സുകളിൽ ശരണമന്ത്രങ്ങൾ നിറയ്ക്കുമ്പോൾ അവിടെ കേവലം ഒരു ക്ഷേത്രത്തിനപ്പുറം കാലാതീതമായൊരു സംസ്കൃതിയുടെ സ്പന്ദനമാണ് അനുഭവപ്പെടുന്നത്. കൽപ്പാന്തകാലത്തോളം ഭക്തരെ കാത്തുരക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന കലിയുഗവരദനായ ധർമ്മശാസ്താവ് ഇവിടെ ഒരു സാധാരണ ഗൃഹസ്ഥനായി തന്റെ പത്നി പ്രഭയോടും മകൻ സത്യകനോടുമൊപ്പം കുടികൊള്ളുന്നു എന്നത് ഈ ക്ഷേത്രത്തിന്റെ വലിയ സവിശേഷതയാണ്. മണ്ണിലും വിണ്ണിലും ഭക്തിയുടെ സുഗന്ധം പടർത്തുന്ന ഈ മഹാക്ഷേത്രം ചരിത്രവും ഐതിഹ്യവും കലയും അനുഷ്ഠാനവും ഒത്തുചേരുന്ന കേരളീയ പൈതൃകത്തിന്റെ വിസ്മയകരമായൊരു അടയാളപ്പെടുത്തലാണ്. ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യവും ഭക്തിയുടെയും കാത്തിരിപ്പിന്റെയും ആത്മാർത്ഥതയുടെയും ഒരു സുന്ദര കാവ്യം പോലെയാണ്. ഏകദേശം 1200 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം ഒരു കാലത്ത് 10ലധികം നമ്പൂതിരി ഇല്ലങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ചെറുപ്പുളശ്ശേരി മനയിലെ ഒരു കാരണവർക്ക് വിവാഹം കഴിഞ്ഞ് ഏറെക്കാലമായിട്ടും സന്താനഭാഗ്യമുണ്ടായില്ല. ഇതിൽ മനം നൊന്ത് അദ്ദേഹം പെരുവനം ഗ്രാമത്തിലുള്ള പ്രസിദ്ധമായ തിരുവുള്ളക്കാവ് ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ തീരുമാനിച്ചു. വിദ്യാരൂപിയായ തിരുവുള്ളക്കാവ് ശാസ്താവിന്റെ മുന്നിൽ വർഷങ്ങളോളം നീണ്ട കഠിന ഭജനയ്ക്കു ശേഷം ശാരീരികമായി അവശനായ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. തന്റെ ജന്മദിനത്തിന് തലേന്നാണ് അദ്ദേഹം ഇല്ലത്ത് തിരിച്ചെത്തിയത്. പിറ്റേന്ന് പുലർച്ചെ പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞ് നടുമുറ്റത്ത് നോക്കിയപ്പോൾ അദ്ദേഹം അത്ഭുത സ്തബ്ധനായി. അവിടെ മണ്ണിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചുരിക അദ്ദേഹം കണ്ടു. ഭക്തിപൂർവം അതിൽ സ്പർശിച്ച മാത്രയിൽ ചുരിക ഭൂമിയിലേക്ക് താഴുകയും പകരം സ്വയംഭൂവായി ശാസ്താവിന്റെ ശില മണ്ണിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തു. തിരുവുള്ളക്കാവ് ഭഗവാൻ തന്റെ ഭക്തന്റെ കൂടെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയതാണെന്ന് ആ മനസ്സ് മന്ത്രിച്ചു. ആ സന്തോഷത്തിൽ തന്റെ ഇല്ലത്തപ്പോൾ ബാക്കിയുണ്ടായിരുന്ന അരിയും ശർക്കരയും ഉപയോഗിച്ച് അദ്ദേഹം ഒരു അട തയ്യാറാക്കി ഭഗവാന് നിവേദിച്ചു. ഒട്ടും ആസൂത്രിതമല്ലാതെ സ്നേഹത്തോടെ സമർപ്പിച്ച ഈ പ്രഥമ നിവേദ്യത്തിന്റെ സ്മരണയ്ക്കായി ഇന്നും ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാട് അടനിവേദ്യമാണ്. ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ പ്രതിഷ്ഠയുടെ ഉദ്ഭവം ഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും ഉജ്ജ്വലമായൊരു കഥയാണ് പറയുന്നത്. ഈ ക്ഷേത്രം സുമാർ 2000 വർഷം വരെ പഴക്കമുണ്ട് എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി പറയുമ്പോൾ ചെറുപ്പുളശ്ശേരി മന അല്ലെങ്കിൽ ചെറുപ്പശ്ശേരിയിൽ 10 ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു എന്നും അതിൽ ചെറുപ്പുളശ്ശേരി മന അതിലെ നമ്പൂതിരി കുടുംബാംഗം തൃശ്ശൂർ തിരുവുള്ളക്കാവിൽ പോയി ഭജിച്ച് ആ ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തിരുവുള്ളക്കാവ് ശാസ്താവായിട്ട് വളരെയധികം ബന്ധം പറയണം. നമ്പൂതിരി അദ്ദേഹം അവിടെ പ്രായാധിക്യം കൊണ്ട് ഭഗവാനെ തൊഴുത് അത് പ്രാർത്ഥിച്ച് അവിടുത്തെ അനുഗ്രഹം മേടിച്ചു പോന്നു. പിന്നെ ഇനി കൂടുതൽ വയസ്സാവും തോറും അദ്ദേഹത്തിന് തിരുവുള്ളക്കാവ് ദർശനത്തിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു പോന്നു. ഇനി ഭഗവാനെ ഇനി ഇവിടെ വന്ന് കാണലൊക്കെ ഉണ്ടാവും നിശ്ചലേ. എന്തായാലും അങ്ങനെ ആ ഒരു ഭഗവാൻ ആ തിരുവുള്ളക്കാവ് ശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം അയ്യപ്പസ്വാമി നമ്പൂതിരിയുടെ ഒപ്പം പോന്നു എന്നും അങ്ങനെ ചെറുപ്പശ്ശേരി വന്നു. ചെറുപ്പശ്ശേരി വന്ന് ഒരു ദിവസം രാവിലെ അദ്ദേഹം നോക്കുമ്പോൾ നടുമിറ്റത്ത് ഇല്ലങ്ങളാവുമ്പോൾ നടുമിറ്റുണ്ടാവും. ആ നടുമിറ്റത്ത് ആ ഒരു പൊൻചുരിക കണ്ടു എന്നാണ്. അപ്പോൾ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. ചുരിക എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ദിവ്യമായ ആയുധമായ പൊൻചുരിക കണ്ടു. അപ്പോൾ അത് സ്പർശിക്കാൻ വേണ്ടി അദ്ദേഹം തൊടാൻ വേണ്ടി ചെന്നപ്പോൾ അത് ഭൂമിയിലേക്ക് അത് താണുപോയി എന്നും പിന്നെ സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹം ശിലാവിഗ്രഹമായി അത് പൊന്തി വന്നു എന്നും. അപ്പോൾ ഒരു
ചൈതന്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നിവേദ്യം, അപ്പോൾ ഭഗവാനെ ആദ്യം നിവേദിക്കുന്നത് അടയാണ്, ഇലയട. അപ്പോൾ ഇല്ലങ്ങളാവുമ്പോൾ അന്നൊരു പിറന്നാളുണ്ടായിരുന്നു, മകൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ അങ്ങനെ പിറന്നാൾ നിവേദിക്കാനായി വെച്ച ആ അരിപ്പൊടിയും ശർക്കരയൊക്കെ വേഗം എടുത്ത് അദ്ദേഹം അത് അടണ്ടാക്കി നിവേദിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രാധാന്യം. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് രൂപപ്പെട്ടത് ഒരു വീടിന്റെ നടുമുറ്റത്താണ്. കാരണവരുടെ ഭക്തിയിൽ പ്രസാദിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇല്ലത്തൊരു ഉണ്ണി പിറന്നു. എന്നാൽ ആ കുട്ടി വളർന്നു വലുതായപ്പോൾ ഭഗവാനിലുള്ള അഗാധമായ അനുരാഗത്താൽ സംസാര ജീവിതം വെടിയുകയും വിവാഹം കഴിക്കാതെ ബ്രഹ്മചാരിയായി തുടരുകയും ചെയ്തു. ഇത് ആ വംശം അന്യം നിന്നു പോകാൻ കാരണമായി. തുടർന്ന് ഇല്ലത്തെ കാര്യസ്ഥനായിരുന്ന ഉമിക്കുന്നത്ത് നായർ എന്ന പ്രഭുവിന്റെ നേതൃത്വത്തിൽ ആ പവിത്രമായ ഗ്രഹത്തെ ഒരു ദേവാലയമാക്കി മാറ്റി. ഇല്ലത്തെ നടുമുറ്റത്തുള്ള മുല്ലത്തറ ഭഗവാന്റെ ശ്രീകോവിലായും അന്നം പാകം ചെയ്തിരുന്ന അടുക്കള അഥവാ തിടപ്പള്ളി നിവേദ്യങ്ങൾ തയ്യാറാക്കുന്ന ഇടമായും മാറി. ഇന്നും ആ വാസ്തുവിദ്യയുടെ ലളിതവും എന്നാൽ ഗാംഭീര്യവുമുള്ള രൂപം നമുക്കിവിടെ കാണാം. പിൽക്കാലത്ത് നെടുങ്ങാടിമാരും സാമൂതിരിയും ഈ പ്രദേശത്തിന്റെ ഭരണാധികാരികളായപ്പോഴും ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞില്ല. വാസ്തുവിദ്യയുടെ കാര്യത്തിലും ഈ ക്ഷേത്രം വേറിട്ട് നിൽക്കുന്നു. പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്ന ശാസ്താവാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഉഗ്രമൂർത്തിയായ അയ്യപ്പന്റെ കോപം ശമിപ്പിക്കാനെന്ന വണ്ണം ക്ഷേത്രത്തിന് തൊട്ടുമുന്നിലായി അതിവിശാലമായൊരു കുളം പണിതിരിക്കുന്നു. ചതുരാകൃതിയിൽ കരിങ്കല്ലിൽ തീർത്ത ചെറിയ ശ്രീകോവിലിനുള്ളിൽ ഒരടി മാത്രം ഉയരമുള്ള ശിവലിംഗം രൂപത്തിലുള്ള സ്വയംഭൂ വിഗ്രഹം ദർശിക്കാം. സ്വയംഭൂവായതിനാൽ ഇതിൽ ചെത്തിമിനുക്കലുകൾ നടത്തിയിട്ടില്ല. 2021 പ്രതിഷ്ഠിച്ച ഉത്തുംഗമായ സ്വർണ്ണ കൊടിമരം ക്ഷേത്രത്തിന്റെ ഐശ്വര്യം വിളിച്ചോതുന്നു. ഭഗവാന്റെ വാഹനമായ കുതിരയെ ഇതിനു മുകളിൽ കാണാം. ഇതിനു പുറമെ ആനക്കൊട്ടിലും കല്യാണ മണ്ഡപവും ക്ഷേത്രത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. കുടുംബനാഥനായി ഭഗവാൻ വാഴുന്നതിനാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന അപൂർവം ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ചെറുപ്പുളശ്ശേരി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് അയ്യപ്പൻ തീയാട്ട്. ദൈവമായി ആടൽ എന്നാണ് ഇതിന്റെ അർത്ഥം. തീയാടി നമ്പ്യാർ സമുദായക്കാരാണ് പാരമ്പര്യമായി ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. മണ്ഡലകാലത്ത് നിത്യേന വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് അയ്യപ്പന്റെ രൂപം അഥവാ കളം വരയ്ക്കുകയും തുടർന്ന് പൂജയും കലമേറ്റും നടത്തുകയും ചെയ്യുന്നു. ശനിദോഷ നിവാരണത്തിനും സന്താനലബ്ധിക്കും ഈ വഴിപാട് അത്യുത്തമമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. 7 മണി മുതൽ 8:45 വരെ നീണ്ടു നിൽക്കുന്ന ഈ അനുഷ്ഠാനം കാണുന്നത് തന്നെ പുണ്യമായി കരുതപ്പെടുന്നു. ഇതിൽ നിന്നും ലഭിക്കുന്ന കളപ്പൊടി ഭക്തർ പ്രസാദമായി സ്വീകരിക്കുന്നു. ശബരിമലയിലെ ശാസ്താവ് നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ ചെറുപ്പുളശ്ശേരിയിൽ ഭഗവാൻ പത്നി പ്രഭയോടും മകൻ സത്യകനോടുമൊപ്പം ഗൃഹസ്ഥാശ്രമിയായി വാണരുളുന്നു എന്നാണ് സങ്കല്പം. ഈ സങ്കല്പം കുടുംബജീവിതത്തിലെ സമാധാനത്തിനും സന്താന സൗഭാഗ്യത്തിനും ഈ ക്ഷേത്രത്തെ പ്രധാനപ്പെട്ടതാക്കുന്നു. ഇതിന്റെ ഭാഗമായി ഗർഭിണികൾ 7-ാം മാസത്തിൽ നടത്തുന്ന പ്രത്യേക ചടങ്ങാണ് എട്ടുപിറക്കൽ. 2 നാളികേരം ഉടച്ചു നടത്തുന്ന ഈ പ്രാർത്ഥന സുഖപ്രസവത്തിനും ഐശ്വര്യമുള്ള കുഞ്ഞിനുമായി സമർപ്പിക്കപ്പെടുന്നു. കൂടാതെ തിരുവുള്ളക്കാവ് ശാസ്താവിന്റെ അംശമായതിനാൽ ഇവിടെ എല്ലാ ദിവസവും വിദ്യാരംഭം കുറിക്കാനുള്ള സൗകര്യമുണ്ട്. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും രക്ഷിതാക്കൾ കുട്ടികളെ ഇവിടെ എത്തിക്കുന്നു. ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന സരസ്വതീ ദേവിയുടെ സാന്നിധ്യം വിദ്യാരംഭത്തിന് കൂടുതൽ പവിത്രത നൽകുന്നു. ഇവിടുത്തെ ക്ഷേത്ര ചടങ്ങുകളെന്ന് പറയുമ്പോൾ എല്ലാ വർഷവും കുംഭമാസത്തിൽ ഉത്രം വാരം കൊടിയേറ്റം 10 ദിവസത്തെ ഉത്സവമാണ്. ഇവിടുത്തെ ക്ഷേത്രം തന്ത്രി പട്ടാമ്പി അഴകത്തുമന കുടുംബാംഗങ്ങളാണ് ക്ഷേത്രം തന്ത്രി. ഇപ്പോൾ പ്രധാനമായിട്ട് വരുന്നത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ്. പിന്നെ മണ്ഡലക്കാലം വളരെ പ്രാധാന്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന നമ്മുടെ ക്ഷേത്രത്തിൽ സാക്ഷാൽ ശബരിമല പോലെ തന്നെ തുല്യ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് കെട്ടുനിറയ മാലയിടൽ മറ്റുള്ള ചടങ്ങുകൾ എല്ലാം ഉണ്ട്. അതുപോലെ തീയാട്ട്, അയ്യപ്പൻ്റെ കളമെഴുതിപ്പാട്ട് വളരെ വിശേഷമാണ്. തീയാട്ട് എന്നാണ് ഇവിടെ എൻ്റെ ഒരു ഭാഷ. അപ്പോൾ തീയാട്ടിന് വളരെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് വൃശ്ചികമാസം 1-ാം തീയതി മുതൽ വൃശ്ചികം 40 കൂടി 40 ദിവസം തീയാട്ട് വളരെ അയ്യപ്പൻ്റെ കളമെഴുതി, അത് നമ്പ്യാരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പൂജ ചെയ്യുന്നത്, കളമരച്ച് ചെയ്യുന്നതൊക്കെ നമ്പ്യാരാണ്. പിന്നെ വെളിച്ചുപാട് നൃത്തം, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ വളരെ പ്രാധാന്യമായിട്ട് പറഞ്ഞത് ഈ ധർമ്മശാസ്ത്ര സങ്കല്പമാണ്. പ്രഭാ സത്യക, പ്രഭ പറഞ്ഞ ഭാര്യയോടും സത്യകൻ എന്ന മകനോടും കൂടി ഇരിക്കണം ധർമ്മശാസ്താവായിട്ടാണ് സങ്കല്പം. അപ്പോൾ വിവാഹാദി കാര്യങ്ങൾ, അതുപോലെ ഈ 7-ാം മാസത്തിൽ ഗർഭിണികൾക്ക് 8 പിറക്കുക എന്നുള്ള ചടങ്ങ് വളരെ പ്രാധാന്യം പറയണം. ധർമ്മശാസ്താവിൻ്റെ ഒരു അവതാരമാണ് അയ്യപ്പൻ.
അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശബരിമല അയ്യപ്പൻ എന്നുള്ള സങ്കല്പമാണ്, നമ്മൾ ബ്രഹ്മചാരി സങ്കല്പമാണ്. പക്ഷേ ഇവിടെ ബ്രഹ്മചാരിയല്ല, ഭാര്യ മകനോടുകൂടി ദമ്പതി സമേതമായിരിക്കുന്ന ധർമ്മശാസ്താവാണ്. ഇവിടുത്തെ പ്രാധാന്യം പിന്നെ കന്നിമാസം 1-ാം തീയതി നിറമാല, വിശേഷ നിറമാലകൾ, പിന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായ ഉത്സവം തന്നെ, 10 ദിവസം ഗംഭീരമായ ഉത്സവം, അന്നദാനവും ക്ഷേത്ര ചടങ്ങുകളും, 6 ദിവസം ഉത്സവലി നടക്കുന്ന ക്ഷേത്രം തന്നെ, മഹാക്ഷേത്രങ്ങൾ തന്നെ വളരെ അപൂർവമാണ്. പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഹൈന്ദവ വിശ്വാസത്തിലെ ഒട്ടുമിക്ക ദേവതകളും ഇവിടെ ഉപദേവതകളായി കുടികൊള്ളുന്നു. തെക്കുഭാഗത്തെ ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ പിതൃപുത്ര സമാഗമം എന്ന പോലെ ശിവനും ഗണപതിയും വസിക്കുന്നു. കേരളത്തിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഗ്രഹദോഷ ശാന്തിക്കായി ഭക്തർ ഇവിടെ നീരാജനം സമർപ്പിക്കുന്നു. നാഗദൈവങ്ങളുടെ തറയിൽ വാസുകിയും നാഗയക്ഷിയും കുടികൊള്ളുന്നു. കന്നിമാസത്തിലെ ആയില്യത്തിന് പ്രത്യേക പൂജകളും സർപ്പബലിയും ഇവിടെ നടക്കാറുണ്ട്. ബ്രഹ്മരക്ഷസും ഭൈരവനും ക്ഷേത്ര സംരക്ഷകരായി ഇവിടെ വാഴുന്നു. അറേക്കാവ് ഭഗവതി ക്ഷേത്രവും ആമയൂർ വെട്ടിക്കാട്ട് മഹാവിഷ്ണു ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന്റെ കീഴേടങ്ങളാണ്. കുംഭമാസത്തിലെ ഉത്രം നാളിൽ ആറാട്ടോടെ അവസാനിക്കുന്ന 10 ദിവസത്തെ ഉത്സവം നാടിന്റെ തന്നെ ആഘോഷമാണ്. 10 ദിവസവും നടക്കുന്ന അന്നദാനവും ഉത്രം വാരസദ്യയും ചെറുപ്പുളശ്ശേരിയുടെ സാമൂഹിക ഐക്യത്തിന്റെ അടയാളമാണ്. 6 ഉത്സവ ബലികളും 100 പറ അരി കൊണ്ടുള്ള കഞ്ഞിസദ്യയും ഈ ഉത്സവത്തിന്റെ സവിശേഷതയാണ്. തന്ത്രരത്നം അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ താന്ത്രിക മേൽനോട്ടത്തിലും പ്രശസ്തരായ ശാന്തിക്കാരുടെ പൂജകളിലും ക്ഷേത്രം ചൈതന്യവത്തായി നിലകൊള്ളുന്നു. കിണറ് കുഴിച്ച് വെള്ളം കണ്ടാൽ നടത്തുന്ന നാളികേരമേറും മുട്ടറുക്കലും ഇവിടുത്തെ ശ്രദ്ധേയമായ മറ്റു വഴിപാടുകളാണ്. വാസ്തുവിദ്യയുടെ കാര്യത്തിലും ഈ ക്ഷേത്രം വേറിട്ടു നിൽക്കുന്നു. പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്ന ശാസ്താവാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കുംഭമാസത്തിലെ ഉത്രം നാളിൽ ആറാട്ടോടെ അവസാനിക്കുന്ന 10 ദിവസത്തെ ഉത്സവം നാടിന്റെ തന്നെ ആഘോഷമാണ്. 10 ദിവസവും നടക്കുന്ന അന്നദാനവും ഉത്രം വാരസദ്യയും ചെറുപ്പുളശ്ശേരിയുടെ സാമൂഹിക ഐക്യത്തിന്റെ അടയാളമാണ്. 6 ഉത്സവ ബലികളും 100 പറ അരി കൊണ്ടുള്ള കഞ്ഞിസദ്യയും ഈ ഉത്സവത്തിന്റെ സവിശേഷതയാണ്. തന്ത്രരത്നം അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ താന്ത്രിക മേൽനോട്ടത്തിലും പ്രശസ്തരായ ശാന്തിക്കാരുടെ പൂജകളിലും ക്ഷേത്രം ചൈതന്യവത്തായി നിലകൊള്ളുന്നു. ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് ഇന്ന് വെറുമൊരു ആരാധനാലയം മാത്രമല്ല, മറിച്ച് ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രം ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. ശബരിമല തീർത്ഥാടകർ മാലയിടാനും കെട്ടുനിറയ്ക്കാനും ഈ പുണ്യഭൂമി തിരഞ്ഞെടുക്കുന്നു. ശാസ്താവിന്റെ ഗൃഹസ്ഥഭാവം ദർശിച്ച് കുടുംബ ബന്ധങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കാനും വിദ്യാരംഭത്തിലൂടെ പുതുതലമുറയെ അറിവിന്റെ ലോകത്തേക്ക് നയിക്കാനും ഈ ക്ഷേത്രം പ്രചോദനമാകുന്നു. 101 നാഴിയരിയുടെ അടനിവേദ്യം വഴിപാടായി സമർപ്പിക്കുന്നത് ഭക്തരുടെ വലിയ ആഗ്രഹമാണ്. ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് വിശ്വവിശാലമായൊരു പ്രപഞ്ച സത്യത്തിന്റെ സ്പന്ദനമാണ്. കാലഘട്ടങ്ങൾ മാറുമ്പോഴും മനുഷ്യന്റെ ആകുലതകൾക്ക് പരിഹാരമായി അറിവിന്റെയും ശാന്തിയുടെയും വിളക്കുമരമായി ആ സ്വയംഭൂ വിഗ്രഹം ഇന്നും തിളങ്ങുന്നു. വരും തലമുറകൾക്ക് നമ്മുടെ സാംസ്കാരിക പൈതൃകവും ആത്മീയ ബോധവും പകർന്നു നൽകുന്ന ഈ പുണ്യസങ്കേതം എന്നും സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും അവിടെ എത്തുന്ന ഓരോ ഭക്തനും അനുഭവിക്കുന്ന മനഃശാന്തിയാണ് ആ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ചൈതന്യം. ഭക്തിയുടെ ലഹരിയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ഉരുവിടുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹംഭാവം അലിഞ്ഞില്ലാതാകുകയും പവിത്രമായൊരു ചൈതന്യം നമ്മെ പൊതിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ആ ചൈതന്യം അനുഭവിക്കാൻ ഒരിക്കലെങ്കിലും ആ നടുമുറ്റത്തെ ശ്രീകോവിലിനു മുന്നിൽ കൈകൂപ്പി നിൽക്കുക തന്നെ വേണം. ഗൃഹസ്ഥാശ്രമിയായ ആ ഭഗവാന്റെ നടയിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ നമ്മെ കാക്കാൻ ഒരാളുണ്ട് എന്ന വലിയ വിശ്വാസമാണ് ഓരോരുത്തരും മനസ്സിലേറ്റുന്നത്.